ഇല്ലാത്ത പൈസ കൊടുത്ത് അരിയും മേടിക്കണം, എന്നിട്ട് അതിൽ നിന്ന് കല്ലും പെറുക്കി കളയണം. ഞാനിതൊക്കെ അല്ലെങ്കിൽ ആരോട് പറയാം, ആര് കേൾക്കാൻ? ഹലോ. ആ, എൻ്റെ വിളി ഇത്ര പെട്ടെന്ന് കേട്ടാ? മേളിന്നല്ല, താഴേന്ന് ഞാനാ വിളിച്ചത്. ഞാൻ അങ്ങനെ ദൈവം വിളിച്ചതാന്ന് മോളെ. അങ്ങനെ വിചാരിക്കും. ദൈവത്തിന് ഇവിടെ ഉള്ളവരുടെ അരിയുടെ പ്രശ്നം മാറ്റാൻ സമയമില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ അരിയിലെ കല്ല്. നീ ഭയങ്കര ഫിലോസഫി ആണല്ലോ. ഫിലോസഫി അല്ലേ? അതെന്തോ ചെയ്യാൻ, ജീവിത സാഹചര്യം കൊണ്ട് ഫിലോസഫി അല്ല സൈക്കോളജി വരെ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ സൈക്കോ തന്നെയാണ്. അത് മക്കള് സൈക്കോ ആണെങ്കിൽ അമ്മമാര് സൈക്കോ ആണ്, അപ്പോഴേ മക്കള് സൈക്കോ ആവത്തുള്ളൂ. ഞാൻ സൈക്കോ ഒന്നുമല്ല. എന്നാ ഞാനും സൈക്കോ അല്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അമ്മ, നമ്മുടെ ഈ സ്വത്തുക്കളൊക്കെ ഇല്ലേ, അതിന് ഈ സ്വത്തൊന്നും നമ്മളതല്ലല്ലോ. നമ്മുടെ അല്ല, അച്ഛമ്മയുടെ സ്വത്തുക്കള്. അതിങ്ങ് സരിത അപ്പച്ചിക്ക് അവകാശം വല്ലതും ഉണ്ടോ? അവളെ അതും പറഞ്ഞിങ്ങ് വന്ന അവളെ നാവ് ഞാൻ പിഴുത്തെടുക്കും. നാവ് പിഴുതെടുക്കാൻ അങ്ങോട്ട് പോ. അപ്പച്ചിയുടെ അച്ഛമ്മയുടെ മോളെ അപ്പച്ചി, അത് മറക്കണ്ട. അത് ഞാനല്ലേ അച്ഛമ്മേനെ നോക്കുന്നത്, അവളാണോ നോക്കുന്നത്? അമ്മയുടെ ഈ മുടന്ന ന്യായങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പച്ചി സ്വത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛമ്മ എഴുതി കൊടുത്തേ പറ്റത്തുള്ളൂ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല മോളെ. അമ്മയുടെ ആര് ചോദിക്കുന്ന അമ്മയടുത്ത്? അല്ല, നീ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ ടെൻഷൻ ആക്കിക്കാൻ വന്നതാ? അയ്യോ അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. ആ പറ. പ്രകാശൻ എവിടെ? പ്രകാശൻ അതാരാ? അമ്മയുടെ ഭർത്താവ്, എന്റെ അച്ഛൻ. അതവിടെ എങ്ങാനും ഉണ്ടാവും. അച്ഛനെ ഒരു 350 രൂപ മറ്റേ മോഹിനി ആന്റി തന്നയച്ചായിരുന്നു, അതൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അത് വേണ്ട വേണ്ട, ഞാൻ അച്ഛൻ കൊടുക്കാം. 350? 350. അത് ഞാൻ കൊടുക്കാൻ? ഞാൻ കൊടുത്തോളാം. ഞാൻ അച്ഛൻ്റെ എല്ലാം സേഫ് ആയിട്ട് എത്തിക്കാനുള്ളതാ. അല്ല, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് ഞാൻ കൊടുത്തോളാം. ഞാൻ പോയി കൊടുക്കും. അല്ല, നീ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും. എന്തിനാ ഇത് ശരിയാക്കി വെക്കാം കേട്ടോ. എന്തിനാന്ന് മനസ്സിലായില്ലല്ലോ എനിക്ക്. ആ അരിയിലെ കല്ല് കറക്റ്റ് പാറ്റി എടുത്ത് വെച്ചോ. ഞാനൊരു വാക്ക് പറഞ്ഞാ വാക്കാ, ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ ശരിയാക്കി തരും. നിങ്ങൾ എന്നെ ശരിയാക്കി കൊടുക്കും അവക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ പറ്റൂ. മോഹിനി ആയിരിക്കും അല്ലേ ഫോണില്? വേണക്കുട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാടാ. എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? എന്ത് പണി? ആ മോഹിനി നിങ്ങളുടെ ആരാ? ഏത് മോഹിനി? അയ്യോ, നിങ്ങൾക്ക് അറിയത്തില്ല? എന്റെ കൊച്ചച്ഛന്റെ മകള് മോഹിനി. നിന്റെ കൊച്ചച്ഛന്റെ മകള് രോഹിണി? മോഹിനി അല്ലല്ലോ. നിങ്ങൾ എന്നെ കളിയാക്കുവാ? നീ അല്ലേ പറഞ്ഞ കൊച്ചച്ഛന്റെ മകളുടെ പേര് രോഹിണി എന്നല്ലേന്ന്? ഞാൻ നമ്മുടെ അയൽവക്കക്കാരി മോഹിനിയെ കുറിച്ചാ പറഞ്ഞത്. ഒന്നും മനസ്സമാധാനം തരുന്നുണ്ടോ? എന്നെ ഒന്നും ധ്യാനിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ സമ്മതിക്കാവോ? അങ്ങനെ എന്റെ മനസ്സമാധാനം കളിച്ചിട്ട് ഇവിടെ ആരും ധ്യാനിക്കണ്ട. നിന്റെ മനസ്സമാധാനം ഞാനെങ്ങനെ കളഞ്ഞത്? നിങ്ങളെ മകനെ എന്റെ മനസ്സമാധാനം കളഞ്ഞത്. നീയാ അവന്റെ മനസ്സമാധാനം കളഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാ? എന്നാ ചോദിക്കാമേ, ആ മോഹിനി ആരാന്ന് ചോദിക്ക്. അവളുമായിട്ട് എന്താ ഇടപാടുന്നു? എടാ, മോഹിനിയായിട്ട് എന്താ ഇടപാട്? എന്തിടപാട്? എനിക്കൊരു ഇടപാടും ഇല്ല. അപ്പൊ ഈ 350 രൂപ അവൾ എന്തിനാ നിങ്ങൾക്ക് തരണം എന്നോർത്ത് തന്നത്? ഓ, ഈ 350 രൂപയാണ് പ്രശ്നം. ചോദിക്കമ്മേ, എന്താ പ്രശ്നം ഈ 350 രൂപയായിട്ട്? മോഹിനി അമ്മയുടെ ആരാ? എന്റെ ആരുമല്ല. അല്ലല്ലോ. എന്നാ എന്റെ അയൽവക്കക്കാരിയാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ അയൽവക്കക്കാരിയല്ലേ? എന്നിട്ട് അവൾ എനിക്ക് തന്നിട്ടില്ലല്ലോ 350 രൂപ. നീ അവളുടെ മൊബൈൽ നന്നായി കൊടുത്ത? അപ്പൊ നീയാണോ അവളുടെ മൊബൈൽ നന്നാക്കി കൊടുത്തത്? അതെ. അതെന്താ? അവളെ മൊബൈൽ നന്നാക്കി കൊടുക്കാൻ ഇങ്ങനെ ആരാന്ന് ചോദിക്കമ്മേ. അവള് പറഞ്ഞ പോലെ ആരാ അവള് നിന്റെ? അവളെന്റെ അയൽവക്കാരിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്റെ മൊബൈൽ കേട് വന്ന് ഞാൻ ആരും നന്നാക്കി തരാനില്ല. നിന്റെ മൊബൈൽ കൊണ്ട് വെള്ളത്തിലിട്ട് കേടാക്കടി, ഞാൻ നന്നാക്കി തരാം. ഈ 350 രൂപ നിങ്ങൾക്ക് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. എന്റെ പൈസ അതാ നീ തരാൻ പറ. നീ ആ പൈസ കൊണ്ട് കൊടുത്തേ. അമ്മ ഇതെന്തറിഞ്ഞിട്ട് അമ്മ പറയുന്നത്? ഞാൻ ഇപ്പൊ ഈ പൈസ കൊടുത്താ ഇത് കൊണ്ടുപോയി മോഹിനിക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും, അയ്യോ മോഹിനി, നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ, എനിക്ക് ഈ പൈസ വേണ്ട എന്ന് പറയും. ഇത് എന്റെ മക്കൾ കഴിക്കേണ്ട പൈസയല്ലേ? നിന്റെ മക്കളത്തോടെ ഇപ്പൊ നോട്ട് കിട്ടാണ് കഴിക്കുന്നത്. നീ മിണ്ടരുത്. നീ ആ പൈസ അവന് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. ഇത് കടയിൽ പാലും മേടിച്ച പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ 350 രൂപ പോയി.
നിനക്ക് ആ 350 രൂപ മോഹനിക്ക് കൊണ്ട് കൊടുക്കാനല്ലേ? മോഹിനി ആരാ എന്റെ കാമുകി? ഒരൊറ്റ വീക്കൊച്ചെന്നുണ്ടല്ലോ കാമുകിയോന്റെ. അമ്മ അവക്ക് വട്ടാണ്, അവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നിനക്കും മട്ടാടാ. അമ്മയ്ക്കും വട്ട. ആ നിന്നെ എന്ന് ഞാൻ പ്രസവിച്ചോ അന്ന് തുടങ്ങി എനിക്കൊരു അരവട്ട് കൂടി. ആ വട്ട എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ